നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജൂൺ 25 ചൊവ്വാഴ്ച, മംഗള സങ്കടഹര ചതുർത്ഥിയാണ്. രാത്രി 12 മണിക്ക് മുൻപായി അതിശക്തിയാർന്ന ഈ 2 വാക്കൊന്ന് ചൊല്ലി നോക്കൂ. 24 മണിക്കൂറിനുള്ളിൽ അതിശയം നടക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഉടനടി തന്നെ നടന്നു കിട്ടുന്നതുമാണ്. നമ്മുടെ ചാനലിൽ ഓരോ മാസവും സങ്കടഹര ചതുർത്ഥി ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ, താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഗണപതി ഭഗവാന്റെ 2 തിരുനാമങ്ങളെക്കുറിച്ചാണ്. തിരുനാമം എന്നാൽ ഈശ്വരന്റെ തിരുപ്പേര് എന്നാണ് അർത്ഥം. ഈശ്വരന്റെ ഈ തിരുപ്പേരുകൾ ചൊല്ലുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇല്ല. അതിസൂക്ഷ്മമായ ആ 2 തിരുനാമങ്ങൾ ഏതാണെന്നും ഏത് സമയത്താണ് അത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗണപതി പൂജയിലൂടെ ദുരിത നിവൃത്തി വരുത്തുവാൻ ഉത്തമമായ അപൂർവ ദിവസമാണ് കൃഷ്ണപക്ഷ ചതുർത്ഥിയും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുന്ന ഇന്നത്തെ അങ്കാരക ചതുർത്ഥി. പൗർണമി കഴിഞ്ഞു 4ാം നാളാണ് ഗണേശ സങ്കഷ്ട ചതുർത്ഥി. എന്നാൽ ചതുർത്ഥി തിഥിയും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുന്നത് വർഷത്തിൽ 1-2 തവണ മാത്രമാണ്. ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്ന ദിവസമായതിനാലാണ് ഈ ദിവസത്തെ സങ്കഷ്ട ചതുർത്ഥി അല്ലെങ്കിൽ സങ്കടഹര ചതുർത്ഥി എന്ന് വിളിക്കുന്നത്. ആദ്യം തന്നെ ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസത്തിലെ ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ജൂൺ 25 ചൊവ്വാഴ്ച, അതായത് ഇന്ന് പുലർച്ചെ 3:26 ചതുർത്ഥി തിഥി ആരംഭിച്ച് നാളെ രാവിലെ, അതായത് ജൂൺ 26 ബുധനാഴ്ച പുലർച്ചെ 1:25 ചതുർത്ഥി തിഥി അവസാനിക്കുന്നത്. ഇന്ന് ജൂൺ 25 ചൊവ്വാഴ്ച ദിവസം മുഴുവനായും ചതുർത്ഥി തിഥി വരുന്നുണ്ട്. പൊതുവായി സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഏതൊരു വഴിപാടുകളാണെങ്കിലും ശരി, അത് സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെ ഇന്ന് ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന സങ്കടഹര ചതുർത്ഥി ദിവസം ഏത് സമയത്താണ് ഈ തിരുനാമം ചൊല്ലേണ്ടതെന്നാൽ, ഇന്ന് വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ തിരുനാമം ചൊല്ലുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ തിരുനാമം ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. ഇനി നോൺ വെജ് കഴിച്ചാലും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും പുല വാലായ്മ ഉള്ളവർക്കും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നോ, ക്ഷേത്രത്തിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഏതാണെന്നാൽ അത് ടൈമിംഗ് മാത്രമാണ്. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണിക്കിടയിൽ വരുന്ന ഏതൊരു സമയത്തും തിരുനാമം ചൊല്ലി തീർക്കേണ്ടതാണ്. നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അതെന്താണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി, ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ നാമജപം നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. മിന്നൽ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിന് വേണ്ടി ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ ആ ആഗ്രഹം നിറവേറുക മാത്രമല്ല, 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇനി ഗണപതി ഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലുന്നവർ ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി നിങ്ങൾ തറയിലിരുന്നാണ് ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് ഈ തിരുനാമം ചൊല്ലുക. ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വിരിപ്പില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു പലകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല തുണിയോ അതുമല്ലെങ്കിൽ പായയോ വിരിച്ച് അതിന്മേൽ ഇരിക്കാവുന്നതാണ്. ഇനി പ്രായമായവരോ അസുഖങ്ങൾ ഉള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. കസേരയിൽ ഇരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി ഈ തിരുനാമം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം തന്നെ ഗണപതി ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അതെത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരണമേ ഭഗവാനെ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇനി ചൊല്ലുമ്പോൾ ഇത്ര തവണ ചൊല്ലണം എന്ന് നിർബന്ധമില്ല. അതായത് കൗണ്ടിങ് പ്രധാനമല്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്.
ഇനി ഒരുപാട് എണ്ണത്തിൽ ചൊല്ലണമെന്ന് വിചാരിച്ച് വളരെ സ്പീഡിൽ ചൊല്ലേണ്ട ആവശ്യമില്ല. വളരെയധികം ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ ഈ തിരുനാമം ചൊല്ലുക. അതായത് എത്ര തവണ കൂടുതൽ ചൊല്ലുന്നു എന്നതിലല്ല കാര്യം, അതെങ്ങനെ ചൊല്ലുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. ഇനി തിരുനാമം ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ചൊല്ലാവുന്നതാണ്. നമ്മുടെ മനസ്സ് മറ്റെവിടെയും പോകാതെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഭഗവാനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസം ചൊല്ലേണ്ട അതിസൂക്ഷ്മമായ ആ തിരുനാമം ഏതാണെന്ന് നോക്കാം. ഓം ശ്രീം ലംബോദരായ ഹേരംബായ നമഃ. ഓം ശ്രീം ലംബോദരായ ഹേരംബായ നമഃ. ഓം ശ്രീം ലംബോദരായ ഹേരംബായ നമഃ. അതിസൂക്ഷ്മമായ അതിശക്തിയാർന്ന ഗണപതി ഭഗവാന്റെ തിരുനാമമാണിത്. ശ്രദ്ധ പതറാതെ പൂർണ്ണ ഭക്തിയോടുകൂടി ഗണപതി ഭഗവാനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വെറും 10 മിനിറ്റ് ഈ തിരുനാമം ചൊല്ലിയാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ചൊവ്വാഴ്ചയും സങ്കടഹര ചതുർത്ഥിയും ഒത്തുചേർന്ന് വരുന്ന ഈ അത്യപൂർവ ദിവസം ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഈ തിരുനാമം ചൊല്ലിയാൽ 10 മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ ഈ തിരുനാമം ചൊല്ലിയതിനു ശേഷവും വീണ്ടും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറ്റി തരണമേ ഭഗവാനെ എന്ന് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഉടനടി തന്നെ നടന്നു കിട്ടുന്നതാണ്. കുജന് ഗണപതി ഭഗവാന്റെ കൃപാ കടാക്ഷം ലഭിച്ച ദിനമാണ് സങ്കടഹര ചതുർത്ഥി ദിവസം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ചൊവ്വ പ്രീതിയും നമുക്ക് ലഭിക്കുന്നതാണ്. ഗണപതി ഭഗവാന് വിനായക ചതുർത്ഥി പോലെ തന്നെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി. അതുകൊണ്ട് തന്നെ ഈ ദിവസം കഴിയും വിധത്തിൽ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ സർവ്വ ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങി ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഇതിനെല്ലാം ഉപരി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും വന്നു ചേരുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യങ്ങൾ മൂലം വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. കൂടാതെ കറുക, മുക്കുറ്റി എന്നിവ പറിച്ച് നല്ലതുപോലെ കഴുകി ഒരു ഇലക്കീറിൽ ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. മാത്രമല്ല 1 രൂപ നാണയം ഒഴിഞ്ഞ് അത് സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി സാധിക്കുമെങ്കിൽ വീട്ടിൽ തന്നെ മോദകം അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നതും കുടുംബ ഐശ്വര്യവർദ്ധനവിന് വളരെയധികം ഉത്തമമാണ്. ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നതും ഏത്തമിടുന്നതും സർവ്വ വിഘ്നങ്ങളും നീങ്ങുവാനും സഹായകമാണ്. അതുകൊണ്ട് വ്രതം എടുക്കുവാനും വഴിപാട് ചെയ്യുവാനും സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കാതെ നമ്മളെക്കൊണ്ട് കഴിയും വിധം ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.